പ്യൂർലി നമ്പർ 1 ബ്രോ. നമ്പർ 1 കലാശക്കെട്ട് തുടങ്ങിയില്ലല്ലോ. അത് നടക്കൂല. ടാഗ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും വന്നിട്ട് താഴെ വരെ തിരിച്ചു പോയിട്ട് ടാഗ് ഇല്ലെങ്കിൽ അടിച്ച് നിന്റെ പല്ലിയാൻ പൊഴിക്കും. അതാരാണ് അവന്റെ പേര് നോക്കി വെക്കട്ടെ. ഏറ്റവും താഴെ പോട്ടെ. എടാ ഈ പോക്ക് മേലോട്ട് പോയാ മതിയായിരുന്നടാ. ഇത് താഴോട്ടും പോകും. ലാസ്റ്റ് റിയാക്റ്റഡ് വീഡിയോ. എടാ നീ ആരാടാ കക്കാശി? നീ നിനക്കൊരു ഉമ്മ വരട്ടെ. ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ. ഫ്രീ 1 സേഫ്റ്റി മാച്ച് ബോക്സ്. വാസു അഗർബത്തീസ്. ആ പേരിന്റെ കോപ്പിറൈറ്റ് എനിക്ക് കിട്ടിയ. താഴെ നോക്ക്. വാസു എന്ന് പറയണ പേര് ഇതല്ല. കാറിനെ സ്നേഹിച്ചവൻ, സൈലൻസറിനെ പ്രണയിച്ചവൻ, അത്രേ ഉള്ളൂ. പിന്നല്ല. അണ്ണാ ജോക്കിയാണ് ഡിപ്രഷനായി. എടാ ഇങ്ങേര് കമന്റ് ഇടാത്ത റീൽസ് കേരളത്തിൽ ഓടണില്ല ഇപ്പം. ഞാൻ സത്യമായിട്ട് പറയാണ്, ഇങ്ങേറെ കമന്റ് ഇല്ലാത്ത റീൽസ് കേരളത്തിൽ ഇല്ല ഇപ്പൊ. ഇത് പ്രശ്നമാണ്. ഭയങ്കര പുള്ളിയെ ആർക്കും ഇപ്പൊ കിട്ടാനൊന്നും ഇല്ല. ഇതാ പറയാ, പുള്ളിയുടെ കമന്റ് ഇല്ലാത്ത റീൽസ് കേരളത്തിൽ ഇല്ല ഇപ്പം. അതാണ് ഏറ്റവും വലിയൊരു സത്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. കിട്ടിയില്ലേ? ആരും പെരിയെ വെച്ചിട്ടില്ല. ഇത് ഇപ്പൊ മേടിച്ചതേ ഉള്ളൂ. 3-4 ദിവസമായുള്ളൂ കിട്ടി. ഇങ്ങനെയല്ലേ ഇതിന് പേരൊന്നും കാണിക്കണില്ലേ? പടമൊന്നുമില്ലേ? പിന്നെ ഈ പറഞ്ഞ മറ്റേ പ്രോഫിക്സ് അടിക്കുന്നതായിരിക്കും ടിവിയുടെ വണ്ടി തന്നെ അടിച്ചോണ്ട് പോവാ. മറ നിക്കറിട്ട വണ്ടി. പണ്ടത്തെ കണ്ണാപ്പി ഇതിലേതാ വാന്റെ വണ്ടി. ഈ ബെൻസ് തന്നെ അടിച്ചോണ്ട് പോവാ. അയ്യോ അണ്ണാ അറിയത്തില്ലായിരുന്നു അണ്ണാ. അതിന്റെ എൻട്രൻസ് എവിടാന്ന് അറിയാവോ? എനിക്കിവനെ കണ്ടുകൂടായിരുന്നു. എനിക്കിവനെ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ഇവന്റെ സംസാരവും ഇതെന്താ ഇളകി പറഞ്ഞു കിടക്കുന്നത്? അയ്യേ എന്തോ ഗ്യാങ് ഹൗസാടാ വല്ല. കണ്ട ഇവന്റെ കണ്ടാ ഈ ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ പവറാ. ഇത് ഇത്ര ഈ ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ പിന്നെ ആള് മുഖ്യമന്ത്രിയോടാണ് സംസാരിക്കണമെങ്കിലും ഈ ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ പിന്നെ ആള് മറ്റേ ദൈവമാ സംസാരത്തില്. ഇത് കണ്ട. എന്നിട്ട് ഞാനൊന്ന് കുറച്ച് അടുത്ത് വന്നാ അപ്പോഴേ എടാന്ന് വിളിക്കുന്നത് അണ്ണാന്നാവും. കണ്ട കേക്കത്തില്ല എന്ന് 100% ഉറപ്പ് വരുമ്പോ മെസ്സ് അടിക്കും. കണ്ടാ ഇതായിരുന്നു അവൻ. ബ്രോ ടി വി ചേട്ടൻ നല്ല കാര്യം ബ്രോ, നല്ല കാര്യം. ചന്ദ്രബോസ് ഒക്കെ നാളെ വരുമ്പോ കുറച്ചുകൂടി പണ്ടേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം പറയാം. കണ്ണാപ്പിയെ കൊന്നിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? ഞാൻ RP ഗ്യാപ്പ് എടുത്തിട്ട് കോമ്പറ്റേറ്റീവ് കളിച്ചിട്ട് തിരിച്ചു വരാൻ നേരം കീരിയെ ഫോൺ വിളിച്ചിട്ട് പറയും, നിന്നെ ആരാണ് തല്ലിക്കൊല്ലാൻ നോക്കിയത്? മറ്റേ കണ്ണാപ്പി എന്ന് പറയുന്നതല്ലേ, അവന്റെ ബോഡി ഇവിടെ കിടപ്പുണ്ട്, വന്ന് എടുത്തിട്ട് പോകുന്നു പറഞ്ഞ് ഞാൻ ഒരു BGM ഇട്ടൊരു ഇതിട്ട് കേട്ടോ. ആ വീഡിയോ പോസ്റ്റ് ചെയ്തു വൈകുന്നേരം ആയപ്പം. ദേവദത്ത് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ചെയ്തായിരിക്കും മെസ്സേജ് ആയിരുന്നു, ബ്രോ നമ്മൾ ഇനിയും കാണേണ്ട വരും. ഓക്കെ എനിക്ക് ബ്രോ വീഡിയോ ഇട്ടതിൽ എനിക്ക് ഡിഫേമേഷൻ ഒന്നും വന്നാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അതിന് പകരം വീട്ടും. എൻ്റെ അടുത്ത് പറഞ്ഞതാ, എനിക്ക് ഗെയിമിൽ ആരുടെ ഒരു ദേഷ്യമില്ല. പക്ഷെ ഇത് ഞാൻ പകരം വീട്ടും. ദേവദത്ത് ഒപ്പ്
അങ്ങനെ ഒരു മൈരനാണ് ഇത്, മനസ്സിലായ? അയ്യോ പേരാടാ ആടാ ചന്തി നിനക്കില്ലടാ. എടാ നല്ല പേരാടാ, നല്ല പേരാ. ബോസോ നീ വെറും അടിമ, ചന്ദ്ര അടിമ. എടാ ചന്ദ്രൻ അടിമ, അത് മതി. ചന്ദ്രൻ അടിമ. അയ്യേ ചന്ദ്രൻ അടിമ. ഇറങ്ങി പോടാ, പോടാ ചന്ദ്രൻ അടിമേ. ഇറങ്ങി പോടാ അടിമേ, പോടാ അടിമേ, പോടാ അടിമേ. നിന്നെ നേരിട്ടാട്ടെ. നീ ഏതാ നിന്റെ എടേ സംസാരിച്ച് തിരിച്ച് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട്, അല്ലെങ്കിൽ ഈ കൊണയിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ രണ്ടുപേരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നത് കണ്ണാപ്പിയാണ്, ഒന്ന് രണ്ട് ബാബു. ബാബുവിനെ പിന്നെ അങ്ങനല്ല റിക്രൂട്ട് ചെയ്തത്. പക്ഷെ ഇത് രണ്ടുപേരില് ഇത് തിരിച്ചു പറയാൻ പറ്റാതെ എനിക്ക് ഇഷ്ടമല്ലാഞ്ഞെടുത്തെന്ന് എനിക്കൊരു ഇതാക്കി എടുത്തത് ഇവൻ മാത്രമാണ് സത്യം പറഞ്ഞ. അവൻ ഒരുപാട് മാറി നമ്മളെന്തൊക്കെ പറഞ്ഞാലും. മജീഷ്യൻ കണ്ണം. Today I'm going to show you some invisible trick. Just close your eyes. Just close your eyes for 3 seconds. Okay. Okay. 1, 2, 3. I'm invisible. എടാ ഈ പക്ഷിയൊക്കെ എന്തിനു ചെയ്യാനുള്ള ഇത്? ഇവരൊക്കെ എന്തിനു പ്രശ്നം? ഇത് റെഡ് റെഡംഷനോ? എന്റെ വായിക്കാത്തത് പോയത് കണ്ടത്? Is that a spider web? Is this what you want? Damn it! You want to get shot, my friend? ഓ ഇത് ഏത് ഗെയിം ഏതാണെന്നറിയോ ഗൈസ് ആർക്കെങ്കിലും? 2 ദിവസം കഴിഞ്ഞ് വേദന കുറവില്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടണമെന്ന് KSCB. എടാ ഇങ്ങനെ സത്യം പറയാനല്ലോ, ഇതുപോലത്തെ കുറച്ച് ബാക്ക്വേർഡ് ഏരിയാസിൽ, കുറച്ച് റിമോട്ട് ഏരിയാസിൽ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറേ പരിപാടികൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യമായിട്ട് ഇങ്ങനെ പറയാം, ഇപ്പോഴും ഉണ്ട്. ഒരു മാറ്റവും ഇല്ല, ഇപ്പോഴും ഉണ്ട്. തെങ്ങിന് തടവിടുന്നതല്ല, മറ്റേ വാഴയ്ക്ക് മറ്റേ ഇത് വെച്ച് കൊടുക്കണത് പോലെ, പോസ്റ്റിന് മറ്റേ സപ്പോർട്ട് കൊടുക്കണ പരിപാടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട് എല്ലായിടത്തും. ഇവിടെ തന്നെ ഒരു മാറ്റവും ഇല്ലടേ. കുടുങ്ങിയില്ല. ഞാൻ എവിടെ വൈഫ് ഫസ്റ്റ് നൈറ്റാ അതൊന്ന് അടിച്ചു. ആരും പെരിയെ വെച്ചിട്ടില്ല. ഇത് ഇപ്പൊ ഇവള് കണ്ണത് പ്രേത് റോസിയായത്. ഇവള് കണ്ണിന് ഇവള് ലെൻസ് വെച്ചാ മേടിച്ചതേ ഉള്ളൂ. ഒന്നാമതെ പ്രേതത്തിന്റെ കൂട്ടാണ് അവളുടെ പല്ലും ചിരിയെല്ലാം. എന്റെ കൂടെ ലെൻസ് വെച്ചിട്ട് മനുഷ്യനെ പേടിപ്പിക്കേ. ഇങ്ങനെയാണല്ലേ ഇതിന് പേരൊന്നും കാണിക്കണില്ലേ, പടമൊന്നുമില്ലേ? പിന്നെ ഈ പറഞ്ഞ മറ്റേ പ്രോഫിക്സ് അടിക്കുന്നതായിരിക്കും ബെറ്റർ. കറക്റ്റ് റോസി. ദേവസന്ദേശത്തിന് മറ്റേ മേഘസന്ദേശം അതിനകത്ത് റോസി. നോക്ക് ചിരിയും കണ്ണ് നോക്ക് കണ്ടാ. ഇല്ലെങ്കിൽ ചിലപ്പോ ഈ ഷീൽഡ് കുറയും, അതായത് സ്കിൻ ഫിക്സ് അടിക്കും. ഫുൾ ലൈവ് ഓൺ ലോക്കോ, എക്സ്ക്ലൂസീവ്ലി ഫുൾ ലൈവ് ഓൺ ലോക്കോ കപ്പ് കേക്ക് ഗെയിമിംഗ്. പ്രമോഷൻ അവളുടെ അടിച്ച് വാറ തുടങ്ങിയാ തുടങ്ങിയ സെക്കൻഡ് വാച്ച് സ്ട്രീം. ഹലോ എടാ കേറിയാ ബാല? എടാ നീക ബാലം കേറിടാ, കുഴപ്പമില്ലടാ. വാറ തുടങ്ങിയ ഇല്ല തുടങ്ങില്ല. എന്താ റെഡി? ചന്ദ്ര പരിപാടി ഒന്നുമില്ല ചന്ദ്ര, സുഖമായിട്ട് പോകുന്നു. നിനക്ക് സുഖാണാ? ഓ സുഖം. സുഖാണ്. മുമ്പ് സുഖം അന്വേഷിക്കാൻ വന്നിരിക്കണം. രാവിലെയും കൂടെ വിളിച്ചതാ സുഖം ചോദിക്കാൻ. ഗെയിം പ്ലേയുടെ ആ ഒരു ഫ്ലോയും ലൈക്ക് ജസ്റ്റ് ഒരു എയിം മാത്രം കണ്ടിട്ടല്ല. ആൻഡ് വി ആർ വെൽക്കമിങ് ATX ദാമു ടു TVA. റിക്രൂട്ട് ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഇവനെ കണ്ടിട്ടില്ല. സിറ്റി കണ്ടിട്ടില്ല. പിന്നെ ഇടയ്ക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും, അണ്ണാ സുഖമാണോ?
അപ്പൊ ഞാൻ പറയാം സുഖമാടാ മോനെ റണ, ഒരു 2 ആഴ്ചത്തേക്ക് ഞാൻ ഉണ്ടാവില്ല, ഇവിടെ അപ്പുറത്തെ വീട്ടിലെ മാമന്റെ മോന് എലിപ്പനിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളൊക്കെ പോയി. പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഇവനെ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് പറയണം കേട്ടാ, ഞാനാണ് TV-യിലെ ലീഡർ, എന്താ ഇടയ്ക്കൊന്ന് കോണ്ടാക്ട് ഒക്കെ ചെയ്യണം എന്ന് പറയണം, മനസ്സിലായോ? അയ്യോ, അവൻ്റെ കാര്യം എന്നോട് പറയരുത് പ്ലീസ്, അവൻ്റെ കാര്യം എന്നോട് പറയരുത്. അവൻ്റെ കാര്യം നിങ്ങൾ ആരും എന്നോട് സംസാരിക്കരുത്. ഗോകുവിൻ്റെ കാര്യം, അവൻ്റെ കാര്യം എന്താണെന്ന് അവന് പോലും അറിയത്തില്ല. അവൻ ചില സമയത്തൊക്കെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ എവിടെയാ, അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് എന്നോട് ചോദിക്കും, മനസ്സിലായോ? 1 lakh CR ആണ് പ്രൈസ്. 1 lakh CR ആണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. TV പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. Watch out! The boss! പക്ഷെ ഒരു കാര്യം പറയാൻ കഴിച്ചു, ചന്ദ്രനെ കോ-ലീഡർ ആക്കി കഴിഞ്ഞിട്ട് അവന് ശരിക്കും ഭയങ്കര കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സിറ്റുവേഷനുകളിലാണെങ്കിലും ലൈക്ക് ഈ ഒരു സിയോണിലെ ഗ്യാങ് ആവാന് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തതിൽ ഒരാൾ അവൻ തന്നെയാണ്, ഡ്രീമർ. പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, സീരിയസ്ലി പറയാൻ കഴിച്ചത്. നിങ്ങൾക്ക് ലൈവ് കാണുന്നതിൽ മാത്രമല്ല ഞാൻ പറയണേ, ഔട്ട്സൈഡിൽ അവനാണ് രാത്രിയിൽ എന്നെ രാത്രിയിൽ ഇരുന്ന് കോള് വിളിച്ചിട്ട് എന്നെ ഫോൺ വിളിച്ച് മൊത്തം പറഞ്ഞുതരും. RDC മീറ്റിങ്ങിൽ എന്തൊക്കെ സംസാരിക്കണം, എന്തൊക്കെ സംസാരിക്കരുത്, എടാ ഇതുപോലെ ചെയ്യണം അതുപോലെ ചെയ്യണം എന്ന് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് മുന്നിൽ നിന്ന് ഇവിടെ ഗ്യാങ് ആക്കാൻ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയ ഡ്രീമർ തന്നെയാണ്. അതിലെനിക്ക് ഒന്നും പറയല്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് അവനോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഈയിടെയായിട്ട്. കാരണം അത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാൻ. അല്ല ബാബു, ഞാൻ പറയാലോ എല്ലാവരും ഉണ്ട് ഗൈസ്, ഞാൻ പറയാം അതിലൊരാളെന്നാണ് അവൻ പറഞ്ഞത്. ബാബു ഉണ്ട്, റിബൽ ഉണ്ട്, അങ്ങനെ കുറെ എല്ലാവരെയും ഇതുവരെ ഉണ്ട്. പക്ഷെ അതിലൊരാളാണ് ചന്ദ്രനും. അവൻ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അവൻ നല്ല മെച്യൂർഡ് ആയിട്ടാണ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. വൈബിങ് ഓൺ വാസുവണ്ണൻ സോങ്. എന്റെ തന്നെ ആണെന്നില്ല. He can take him bro. They were brothers, but bound by more than blood. They were twins as well, counterparts, gangster princes of the city they meant to conquer. അല്ല ബ്രോ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് അവനെ തന്നെ അറിയാം, നിങ്ങൾ അവനോട് ചോദിച്ചാൽ മതി. ഇത് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫുൾ ടാറ്റു ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. ഇതിന് കണ്ടിന്യൂറ്റി, ഈ ടാറ്റുവിന് കണ്ടിന്യൂറ്റി ആയിട്ട് ഈ കൈ ഒരു ഫുൾ ടാറ്റു ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ചെയ്യാനിരിക്കുമായിരുന്നു. എനിക്കൊരു ഈഗിൾ ഐഡന്റിറ്റി കൊടുക്കണം എന്നുണ്ട് ഈ ടാറ്റുവിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട്. എനിക്കത് ചെയ്യണം. ഇത്രയും വേദന എടുത്ത് പ്ലീസ് നീഗനെ ലീഡർ ആക്കുവോ? എടാ ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ഇപ്പൊ കറക്റ്റ് കൗണ്ട് നോക്കുകയാണെങ്കിൽ 10,203 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. അതിൽ 10,202 പേര് നോ എന്ന് പറയണ ഒരു ആൻസർ, നോ എന്ന് പറയണ ഒരു ചോദ്യമാണ്. നോ എന്ന് പറഞ്ഞ ഒരു ചോദ്യത്തിനാണ് നീ ഇവിടെ ഇത് വന്നപ്പോ ഇപ്പൊ ഈ ഇത് പറഞ്ഞിരിക്കുന്നത്. നോ, ക്യാൻസർ വരും. ടാറ്റു അടിച്ച ക്യാൻസർ ഒന്നും വരൂല ഗൈസ്. ഇതൊക്കെ ആര് പറയണം? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലെന്നൊക്കെ ഉള്ളൂ. ക്യാൻസർ ഒന്നും വരൂല. മറ്റേ നീഡിൽ ഇതൊക്കെ മറ്റേ എയ്ഡ്സും അതൊന്നും പിടിക്കണം. ക്യാൻസർ ഒന്നും വരുത്തൊന്നുമില്ല. എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. ഇവനൊക്കെയാണ് മറ്റേ 3 ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ കൂട്ടുകാരൻ തിരിച്ചു വന്നില്ല, കല്ലിടിഞ്ഞ് വീണ് ഒത്തു എന്ന് പറയണവന്മാരാണ് ഇത് ഒത്തും. ഭയങ്കര പ്രശ്നമാണ്. ഇതൊക്കെ കണ്ട വീഡിയോ അവന്റെ പഴയത്. ടാഗ് ദാറ്റ് ഫ്രണ്ട് ആഫ്റ്റർ ഹിറ്റിംഗ് 1-6. അവന്റെ കൈപാറ ബോൾ. കണ്ട് കളിക്കാൻ ഈഗിളിന്റെ കല്യാണ റിസപ്ഷന് വരുന്നവർ സത്യം അവസ്ഥ പോകട്ടെ. എനിക്ക്
ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അല്ലാതെ വെക്കുന്ന റിസപ്ഷന് വളരെ കുറവാണ്. മാക്സിമം ഒരു 1000 പേർക്കുള്ള ഫുഡ് അതായിരിക്കും ഞാൻ മാക്സിമം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണത്. കാരണം കൂട്ടാത്തതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് എത്ര ആൾക്കാർ വരും, ആര് വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഫുഡ് ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ചെയ്ത് കളയുന്നത് ഭയങ്കര ശോകമായിട്ടുള്ള കാര്യമാണ്. ഇത്ര പേർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ലെന്നല്ല പറയണേ, ഫുഡ് ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ചെയ്യണത് ഭയങ്കര കാര്യമാണ്, ഭയങ്കര ശോകമുള്ളതായിട്ടുള്ള കാര്യമാണ്. അപ്പം അത് ചെയ്യാതെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയണേ ലൈക്ക് എത്ര പേര് വരും. ഞാൻ മാക്സിമം ഒരു 1000, അതാണ് അത്ര ആൾക്കാർക്ക് ഫുഡ് വേണം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണേ. ലൈക്ക് കേരളത്തിൽ നമ്മുടെ ഗെയിം കമ്മ്യൂണിറ്റിയുള്ള എല്ലാ ആൾക്കാരെയും പിന്നെ അതേപോലെ നിങ്ങളെയും കൂടെ ഇൻവൈറ്റ് ചെയ്ത് ഒരു റിസപ്ഷൻ നടത്തുക എന്നുള്ളൊരു പ്ലാനാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എത്ര പേര് വരും എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഫുഡ് വേണ്ട, ഈ ഫുഡ് വേണ്ടാന്ന് കമന്റിട്ടായിരിക്കും ഇവിടെ ആദ്യം വന്നിട്ട് ഇവിടെ പപ്പടത്തിൽ തുളയിരിക്കണ്, മറ്റേ പപ്പടത്തിന് എന്താ പറയാ കാസർഗോഡിന്റെ ഷേപ്പിലിരിക്കണ്, ഈ പപ്പടത്തിന്റെ സൈഡ് പത്തനംതിട്ട പോലെ ഇരിക്കണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടി ഉണ്ടാക്കണമെന്നായിരിക്കും ഇപ്പൊ ഫുഡ് വേണ്ടെന്ന് ഇവിടെ കമന്റ് ഇട്ടെ. എനിക്ക് അതാണ് പേടി. ഇവിടെ വന്ന് മറ്റേ പരിപ്പിനും പപ്പടത്തിനും അടിയാവോ എന്നാണ് അടുത്ത പേടി എന്റെ. ലോക്കി മോനെ സുഖമാണോ നിനക്ക്? ഇന്ന് കളിക്കുന്നുണ്ടോ? ഇല്ലണ്ണ, നാളെ കൂടെ ഒരു സപ്ലൈ ഉള്ളണ്ണ. അതോടെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫ്രീ ആണ്, തകർക്കുമല്ലേ? പിന്നെ എല്ലാത്തിനും ഉണ്ടണ്ണ. പിന്നെ അതൊക്കെ കണ്ടാ മതിയടാ. നിന്നെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നിന്നോട് ഇന്നാണ് സംസാരിക്കണത്. അണ്ണ ഞാൻ ആദ്യം ഇതൊക്കെ ഉണ്ടായിരുന്നു അണ്ണ, അണ്ണ വരാത്തോണ്ട ആണല്ലോ. ആശുപത്രിയിലായി പോയടാ, എന്ത് ചെയ്യാൻ പറ്റും? എന്റെ സ്വന്തം നാട്ടുകാരനാണ് കേട്ടോ. ഞാൻ എല്ലാം എടുത്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് അറിയണത്. എന്നെ കാണാൻ വരുന്നില്ല നീ? ഞാൻ വരണ ഈ സപ്ലൈ തീർന്നിട്ടണ്ണ. ഇത് എഴുതി ഞാൻ മുടിഞ്ഞണ്ണ. എന്റെ 10 കിലോ പറഞ്ഞറിയാ. അതെ, ദാമു ഓടിരിക്കണ കേട്ടോ. ദാമു ഇവനെ ഒന്ന് ഡ്രൈവ് ചെയ്യട്ടെ. ഹലോ, കളിക്ക് പോവാണ്. കളി ദാമു ദാമു ഇതിലായിരിക്കണം, സിറ്റിയിലായിരിക്കും. അത് തുടങ്ങി കാണും. പടത്തിനോട് സംസാരിക്കോളാ അവര്. അങ്ങനെയാ കാണുന്നോ? ലൈവ് ഇട്ടണോ? ഇല്ലണ്ണ, ഞാന് സപ്ലി വേണ്ടണ്ണ, ഞാൻ പഠിച്ചോണ്ടിരിക്കാം. ഞാൻ റിവേഴ്സ് ആയിട്ടിരിക്കുകയാണ്. നാളെ വൈകിട്ട് പോയി തകർക്കുക. ഞാൻ ഒരു മോട്ടിവേഷൻ തരട്ടെ. പറയണ്ണ, നീ സപ്ലി ഇപ്പൊ എഴുതിയെടുത്താല് നീ നാളെ ഫ്രീ ആവും. പിന്നെ അങ്ങോട്ട് സിറ്റിയിലൊക്കെ ആക്റ്റീവ് ആവാം, RPയിൽ ആക്റ്റീവ് ആവാം. പക്ഷെ ഇത് എഴുതി എടുത്തില്ലെങ്കിൽ നിനക്ക് വീണ്ടും ഇതിന്റെ പുറകിലിരിക്കണം, സമയം പോവും. ഞങ്ങള് പുതിയ പ്ലെയറിനെ നോക്കേണ്ടി വരും. റിക്രൂട്ട്മെന്റ്. ഓക്കെ, ശരി. ഫ്രണ്ട് വരച്ചതാ, കൊള്ളാം ബ്രോ. താങ്ക് യു സോ മച്ച്. പയ്യം പോയി. ഭയം വിട്ട് മടിക്കാൻ കയറി അവൻ മടിക്കാൻ കയറി. വിജയ് അസ്ലിയോ വാസണ്ണ ഇതെങ്കിലും റിയാക്ട് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നു. ഭയങ്കര അസൂയാണ്. കിടിലം, രക്ഷയില്ല കേട്ടോ. കിടിലം. ഈ ഹേമന്ത് തന്നെയല്ലേ മറ്റേ എന്റെ ഫോട്ടോ വരച്ചേ? ആ പുള്ളിയനല്ലേ ഇത്? എടേ, ആ പുള്ളി വരച്ചൊരു പെൻസിൽ സ്കെച്ച് ഒരു കോമ്പറ്റീഷൻ അയച്ചു കൊടുത്തപ്പോ അവര് പറയാണ് കേട്ടാ. അവര് പറയാ
പെൻസിൽ സ്കെച്ച് മാത്രമേ ഉള്ളൂ, ഇതുപോലെ ഫോട്ടോ ഒന്നും പറ്റത്തില്ലെന്ന്. എന്തിനു പറയാനല്ലേ, അതൊക്കെ സത്യം പറഞ്ഞ അച്ചീവ്മെന്റ് അടേ. ഒരു പെൻസിൽ എന്താ പറയാ, ഒരു പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷനിലേ, ഒരു പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ അവന്റെ ഒരു ഫോട്ടോ റിജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് അച്ചീവ്മെന്റാ. കാരണം അത് പെൻസിൽ ഡ്രോയിങ് അല്ലെന്ന് പറഞ്ഞാൽ അവർ റിജക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അവന്റെ ടാലന്റ് ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമ്പു ദ പ്യൂർ ഹേർട്ട് പേഴ്സൺ, അവൻ തന്നെ. 6 വാക്കിൽ വിവരിക്കുക. TV കയറി എന്നുള്ളൊരു കാര്യം സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഇന്ന് എനിക്ക് വിഷമിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല ജീവിതത്തിൽ. എനിക്കിപ്പോ ഒരു എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് തുറന്നു പറയാം. ഇപ്പൊ ചേട്ടന്മാരുണ്ട്, അനിയന്മാരുണ്ട്, അല്ലെങ്കിൽ എന്റെ കാര്യം തിരക്കാൻ കുറച്ച് കുടുംബമൊന്നും അല്ലെങ്കിലും എനിക്ക് വേണ്ടി സംസാരിക്കാനും അല്ലെങ്കിൽ കുടുംബമല്ല പറഞ്ഞവൻ, കുടുംബമല്ലെന്ന് പറഞ്ഞു. ഞാനാണോ പ്രശ്നം? ഞാൻ പോവാം. എന്റെ കൂടെ വെക്കാൻ ഇപ്പൊ എനിക്കൊരു കുടുംബമുണ്ട്. അത് തന്നെയാണ് പിന്നെ നീ കുടുംബമല്ലെന്ന് പറഞ്ഞോ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം. ഈ TV കയറിയതിനു ശേഷം മോർ ദാൻ എല്ലാത്തിനും ഉപരി എനിക്ക് അതാണ്. എനിക്കൊരു ഡൗൺ ടൈം വന്നാൽ പോലും എന്റെ കൂടെ നിൽക്കാൻ അവരുണ്ട്. എനിക്ക് സ്വന്തം ചേട്ടനുണ്ട്, ഈകളുണ്ട്, സരക്കണ്ണുണ്ട്, ശരത്തേട്ടനുണ്ട്, ഡാനുണ്ട്, എല്ലാരും ഉണ്ട്. അങ്ങനെ ഒരു കുടുംബമുണ്ട് നമുക്ക്. മറ്റുള്ള ഗ്യാങ്ങിന്റെ കേസ് എനിക്ക് അറിയത്തില്ല. ഇവിടെ അടിയുണ്ട്, വഴക്കുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ട് അടിയുണ്ട്, വഴക്കുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. അതാണ്. അല്ലാതെ ഒരു ഗെയിം മാത്രമല്ല എന്നെ സംബന്ധിച്ചോളം. നിങ്ങൾക്ക് അതൊരു ഗെയിം ആയിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ചോളം അതൊരു കുടുംബം പോലെയാണ്. എനിക്ക് ഇത് എല്ലാരും സന്തോഷിച്ചോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും. എന്റെ ഏജ് 22 ബ്രോ. സത്യല്ല 400k വീഡിയോ പിന്നെ എന്റെ ചാനൽ ഒന്ന് 1k എടുപ്പിച്ച് തരുമോ? ലൈവിൽ എനേബിൾ ചാനൽ. ഓ സ്പൈക്ക് ഗെയിം ഗൈസ് ഇവൻ നല്ല പോലെ ചെയ്യുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ ഒറ്റ പ്രാർത്ഥന ഉള്ളൂ, ഒരു ബ്രാൻഡും ഈ ടുബോർഗിനും ഇവക്കും ഒരു സാധനം ഇനിയും കൊടുക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന. ഒരു ഫോൺ സാംസങ് കൊടുത്തതിന്റെ അന്നൊട്ട് മറ്റേ അത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ അവള് പറയണത്, S23 വെച്ച് തറയിൽ കൂടി ഇങ്ങനെ നിരങ്ങാം, ഇങ്ങനെ തിരിച്ചിരിക്കാം, സ്വന്തമായിട്ട് നമ്മളെ വിളിച്ചുകൊണ്ടെത്തും, വീട്ടിലെ കിച്ചണിലെ പരിപാടികളൊക്കെ ചെയ്യും എന്നാണ് അവള് പറയണത്. എന്റെ അമ്മോ, ഞാൻ പ്രാർത്ഥിച്ചു പോയി ആ S23 അങ്ങ് തിരിച്ചു മേടിച്ചിരുന്നെങ്കിലും നീ 2 എണ്ണത്തിന്റെയും കയ്യിൽ നിന്ന്. ഇപ്പൊ ഇവന്റെ കൊറിയയിൽ കണ്ടുപോയല്ലോ. ഇപ്പൊ കൊറിയ പോയിട്ട് വന്നിട്ട് മറ്റേ അവിടുത്തെ ഫോൾഡോ മറ്റേ മടക്കുന്ന ഒന്നും കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ തൊട്ട് ഇനി അതിന്റെ വീഡിയോ കാണണം. അതാ എനിക്ക് പറ്റാത്തത്. ഇൻസ്റ്റ തുറക്കാൻ പറ്റണില്ല. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നീ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഇങ്ങനെ അവൻ അതില് ചെയ്തത് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ആ ഏജ് ഒക്കെയാണ് അതില് ചെയ്തത്. ഓരോ രീതിയിലും അവന്മാര് നമ്മളെ MVD KCB താല്പര്യമില്ലാത്ത സബ്ജക്റ്റാണ്, എനിക്കിഷ്ടമല്ല. ഞാൻ എപ്പോഴാണേലും വിളിച്ചോ മാറ്റി കേളപ്പെട്ട ചാറ്റ് കിട്ടിയ കർണനായി നാടിന് മുഴുവൻ കേളപ്പെട്ട മരം എടുത്ത് ചാടില്ല കൊണ്ടേ വീഴും. എടുത്ത് ചാടിയല്ല, ഇവിടുന്ന് എടുത്ത് ചാടിയ 6. കേളപ്പെട്ടനെ കെട്ടില്ലേ? കേളപ്പെട്ടൻ
ഇതൊക്കെ കാണിക്കാനൊരു ധൈര്യമാണ് കേട്ടാ. കിളപ്പെട്ട ദൂഷ്യ ഓ മനുഷ്യന് നാണമില്ല മൊത്തം വെള്ളമായി. ഈ ചുണ്ടൊക്കെ സ്റ്റിങ് ഒക്കെ കുടിച്ചിരിക്കണത് എങ്ങനെ? സ്റ്റിങ് ഒക്കെ കുടിച്ച് ചുമന്നിവൻ മൊത്തത്തിൽ. കേളപ്പേട്ട എനിക്ക് ബോബൂട്ടനാണ് മിസ് ചെയ്യണേ. കോസ്പ്ലേയിൽ അവനെ വെല്ലാൻ ഒരാളും ഇല്ല. അയ്യോ ബോബൂട്ടന്റെ കോസ്പ്ലേ. When a low end device player finally gets an iPhone for gaming. ഭയങ്കര രസമാ. ഐഫോൺ തന്നെ വെടിവെക്കും, തന്നെ കളിക്കും, തന്നെ ക്രൗച്ച് ചെയ്യും. മനസ്സിലായ? എടാ ലോയിന്റെ ഡിവൈസ് നിനക്ക് കളിക്കാൻ അറിയാമെങ്കിൽ ഒരു നല്ല ഡിവൈസ് ആകുമ്പോൾ നിന്റെ ഗെയിം പ്ലേ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. അല്ലാതെ ഒരു ലോയിന്റെ ഡിവൈസിൽ നിന്ന് അപ്ഗ്രേഡ് ആയിട്ട് ഐഫോണിലോട്ട് മാറുന്ന എല്ലാവരും ദൈവക്കളിയാവും എന്നുള്ളത് വെറും ഫേക്ക് തിയറിയും ഫേക്ക് വിശ്വാസമാണ്. അത് കളിക്കുമ്പോൾ മനസ്സിലാവും. ലൈക്ക് വാട്ട് എവർ നമ്മള് ലോയിൻ്റെലാണെങ്കിലും എന്തായാലും ഒരു ഗെയിം പ്ലേയും ഗെയിം സെൻസും ഒക്കെ ഉള്ള ഒരാൾക്ക് ഡിവൈസ് ബെറ്റർ ആകുമ്പോഴും ഗെയിം പ്ലേ സ്മൂത്ത് ആവുന്നതിനനുസരിച്ച് അവരുടെ ഗെയിം പ്ലേയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. മനസ്സിലായോ? അല്ലാതെ എല്ലാവരും ഐഫോണിലോട്ട് മാറുന്ന എല്ലാവരും ദൈവങ്ങളാവുമെങ്കിൽ ഇന്ന് കേരളത്തിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ കളിക്കുന്നവന്മാരും ഐഫോണിലാണ് കളിക്കണം. FPS ഇമ്പ്രൂവ്മെന്റ് വരുമ്പോൾ ഗെയിം പ്ലേയിൽ ആ ഒരു ഡിഫറൻസ് നമ്മൾ വരുത്തുന്നത് നമ്മുടെ പ്രാക്ടീസിലും ഇതിലൊക്കെ കൊണ്ടാണ്. അല്ലാതെ വെറുതെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആവില്ല. ഐ ഫൗണ്ട് ദ റിയൽ പിക്ചർ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ പേര് പറയത്തില്ല. TV ഒരു 2-3 ഉണ്ട്. இந்த சிட்டில குலானுங்கிற பேர்ல ஒரு தட்டுக்கடைக்காரன் உண்டா? അറിയാം. ഗുലാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് എല്ലാമാ. ഗുലാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് എല്ലാമാ. உடனே அவனை பார்க்கணும். போய் கூட்டு வா. ഗുലാനെ നീ സ്റ്റേഷൻ വരെ വരണം. സിഐക്ക് തന്നെ കാണും. ഇതാപര സാറല്ല, പുതിയ CI ആറുമുഖം. ഹാഫ് തമിഴ് ഹാഫ് മലയാളം. റേറ്റ് മലയാളമാണോ തമിഴാണ്? റേറ്റ് മലയാളമാണോ തമിഴാണ്? അതൊന്നും എനിക്കറിയില്ല. നീ ഒന്ന് വാ. I am circle inspector. പ്രശ്നം സോൾവ് ആയോ? എന്നെ ആരെല്ലാം കൊണ്ടുപോകും, അതുകൊണ്ട് ഞാൻ പറയണില്ല. തുപ്പിയില്ലാത്തൊരു കുണ്ണുവാവ, എന്റെ താമര കണ്ണാ കുണ്ണുവാവ. അച്ഛനെ ഞാൻ തുപ്പണോ അതോ തോറി അറിയണോ? ചോറ് കഴിക്കാണോ? എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. LG HD TV ഡേ അത് അങ്ങനല്ലോ. അത് LG HD TV അങ്ങനല്ലായിരുന്നു. അയ്യോ അതിന്റെ യഥാർത്ഥത്തിലുള്ള എന്തുവായിരുന്നു? പ്രശ്നമായി. വെൽക്കം ടു യുവർ കൊള്ളാം. എടാ പറഞ്ഞ പോലെ അത് എങ്ങനെയാണോ ഇങ്ങനെ ചെയ്യണേ? നോക്കട്ടെ. ഗുഡ് ഗുഡ്. ഇതെങ്ങനെയാണ് ഇവൻ പിടിക്കണേ? തിരിച്ചാണ്. ഗുഡ്. ഓ ഫക്ക്. വേണ്ട, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നടക്കൂല. എത്ര നേരം പറഞ്ഞത് മനസ്സിലായി. കണ്ണാടി വെച്ചിട്ടൊന്നും കാണത്തില്ല. ഈ അതെടുത്ത് മാറ്റി. LGBT ഓ അങ്ങനെയാണ്. ആ ശരിയാ, ഞാൻ അത് ആലോചിച്ച പെട്ടെന്ന്. അണ്ണാ അവൾ എന്നെ തേച്ച് അവൾ പറഞ്ഞിട്ട് ആണ് ഓ ഈ സാധനം മറ്റേ പാട്ട് ഇത് വേണ്ട. ഇത് വീണ്ടും കണ്ടാൽ ഞാൻ ഡിപ്രഷനിലാവും. ബെല്ലാരി വില്ലി നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു.
നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. ഇനി സമയമുണ്ട്. വലിയ മുടുക്കനാണെങ്കിലേ ഇപ്പൊ അടി വരുള്ളൂ. ടി ജി അന്ന് ഒറ്റയ്ക്ക് നിന്ന് അത് ഫുള്ള് കാണ്. ഏത് കണ്ണാപ്പിയുടെ ആണോ? വെൽക്കം ടു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഇത് കൊള്ളാം കേട്ടോ. ലേഡീസ് ആൻഡ് ജെന്റിൽമാനാ? ഈ വിവരം ഇല്ലാത്തവരടുത്തൊക്കെ എന്തിനു പറയാൻ. വെൽക്കം ടു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. വെൽക്കം ടു ലേഡീസ് ആൻഡ് ജെന്റിൽമാനാ? ഇത് കൊള്ളാം കേട്ടോ. അങ്ങനൊരു വാളപ്പൻ. അയ്യോ, ലാസ്റ്റ് എനിക്കൊരു ഓർഡർ വന്നിരിക്കുന്നത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ട്. സ്വപ്ന ഓർഡർ ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി ഒരു ധോത്തി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത്രത്തോളം നമുക്ക് വളരാൻ, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ധോത്തിയാ? ലൈഫിൽ വളരാൻ പറ്റിയെന്നുള്ളൊരു കാര്യമാണ് ഒരു ചെറിയ സ്ഥലത്ത് നിന്ന്. Ronaldo's next match. Now Ronaldo. And then the substitute. And then Ronaldo. What a goal by Cristiano Ronaldo. റൊണാൾഡോ സത്യമാണത്? സത്യമാണത്? റൊണാൾഡോയ്ക്ക് what the fuck bro? അയ്യോ പോടാ. ലാസ്റ്റ് റിയാക്ട് ചെയ്ത വീഡിയോ തെള്ളാണ്. എന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഗൈസ്, ഈ ബിഗ് ബോസ് പോലത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ലൈക്ക് സത്യമല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റണേ? ഇത്രയും പേര് അറിഞ്ഞാൽ നാണക്കേടാവും എന്നൊക്കെ അവർക്ക് തന്നെ അറിഞ്ഞൂടെ? പിന്നെ എങ്ങനെ ഇങ്ങനെ തള്ളാൻ പറ്റണേ? അല്ല, ഞാൻ ഇത് തള്ളാണെന്നല്ല പറയണ, കോമൺലി ഞാൻ പറയാം. മറ്റേ സനയും പൂക്കട്ടൊക്കെ ആവടി. നമുക്ക് അടുത്ത വീഡിയോ പ്ലേ ചെയ്യാം. അതാരാ? അത് ലോക്കിയാ? സൂക്ഷിച്ചൊക്കെ കേറ് അമ്പത്തൂരൊക്കെ ആയിരിക്കുന്നത്. അടി എന്നൊക്കെ പറഞ്ഞ അതാണ് അടി. ചിക്മ ഇത് എന്തൊരു പടവാടാ അല്ലേ? ഇത് മറ്റേ ഞാൻ ഉദ്ദേശിച്ച പടം തന്നെയല്ലേ ഇത്? ഏഴാമറിയല്ലേ ഇത്? ഏഴാമറിയല്ലേ ഫിലിം തന്നെയല്ലേ ഇത്? അത് ഞാൻ ആദ്യം എന്ത് ഫിലിമല്ലേ? നമ്മൾ ഈ കോവിഡൊക്കെ വരുന്നതിനൊക്കെ മുമ്പേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ മുമ്പേ, ഒരുപാട് മുമ്പേ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചൊരു ഫിലിമായിരുന്നു അത്. നിങ്ങൾ കണ്ടിട്ടുള്ളവരൊക്കെ അറിയാം. ഇത് അത് തന്നെയല്ലേ പടം? അത് തന്നെയാണെന്നാ തോന്നുന്നേ. ഏഴാമറിയാണെന്നാ തോന്നുന്നേ. അതെ. എന്ത് കിടിലം പടമാണല്ലേ. നമുക്ക് ഒരു രക്ഷയില്ലാത്ത സാധനമാണത് കേട്ടോ. സത്യം പറഞ്ഞ ലൈവ് വരാൻ പറ്റിയ ഒരവസ്ഥയിലല്ല. മരം വീഴും. ഇവനെ അറിയണം പിടിച്ചിട്ട് ഇവനെ. ഇത് പക്ഷേ എല്ലാവർക്കും സൂയിക്കൂലാണ് ഈ സ്റ്റിക്ക് ലൈറ്റ്. ഇതിന് നല്ലൊരു സർഫസ് വേണം. അതായത് കുറച്ച് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സർഫസ് ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ കുറച്ച് ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കും. കുറച്ചും കൂടെ ഭംഗി വരാനാണെങ്കിൽ നല്ല നമ്മൾ ഒട്ടിക്കണ ആ ഒരു ഇതിന്റെ വൈബ് ഇതിനേക്കാളും ബെറ്റർ നാനോ ലീഫ് തന്നെയാണ്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ ഈ നാനോ ലീഫിന്റെ ഭംഗി. ഇത് രണ്ട് ആംബിയൻസിലുള്ള സാധനങ്ങളാണ്. എന്നാലും ബട്ട് ലൈക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ സ്റ്റിക്ക് മേടിക്കണോ ഇത് മേടിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയാം നാനോ ലീഫേ പോവും. അതാണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. കാരണം ഇതിന്റെ വെട്ടം കുറച്ച് ഈ വീഡിയോക്കകത്ത് കാണുന്ന അത്രയൊന്നുമില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ദുബായ് പോയപ്പോൾ ഞാനിത് നേരിട്ട് കണ്ടായിരുന്നു. എനിക്കത് വലിയ സൂചിച്ചില്ല. ഗുവിയുടെ പോലും അത്രയും എനിക്ക് അങ്ങോട്ട് സൂചിച്ചില്ല.
മരം എടുത്ത് ചാടില്ല കൊണ്ടേ വീഴും. എടാ ഇപ്പൊ റീൽസിൽ കണ്ണമോനായി ഇപ്പൊ. ഞാൻ കുറച്ച് മോട്ടിവേഷൻ സാധനങ്ങൾ ഇറക്കി തുടങ്ങണം കേട്ടോ എനിക്ക്. ഗൈസ് നിങ്ങൾ എന്തിനേലും ഒക്കെ പറ്റി എൻ്റെ അടുത്ത് ചോദിക്കണം, അതായത് ഞാൻ ഇതിന്റെ മോട്ടിവേഷൻ തരാം. നമ്മൾ നമ്മുടെ PR വർക്ക്സ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം. താഴത്തെ വീരു ഈ സെറ്റപ്പാണ്. രാജപാളയം പേര് വീരു സെറ്റിലാണ്. പാപ്പം തിന്നാൻ കൈകൊട്ട് മമ്മിയുടെ കൂടെ ഇത് തന്നെ പരിപാടി. വേറെ ഇവിടെ ഒരു പരിപാടിയില്ല. രാവിലെ ചെന്നാലും ഇപ്പൊ ചെന്നാലും എപ്പോ ചെന്നാലും ഇപ്പൊ സോഫയിലുണ്ടാവും. സോഫയിലുണ്ടാവും. ആളുടെ ഡ്യൂട്ടി ഇവിടെയാണ്. സോഫയിൽ കിടക്കുക, ഉറങ്ങുക. രാവിലെ ആകുമ്പോൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുക. ഉച്ച എൻ്റെ വീട്ടിൽ 6 നേരം 7 നേരം ഫുഡ് കഴിക്കണ ഒരാളേ ഉള്ളൂ, അത് അവനും. രണ്ടാമത് വിനീതും. ഇവർ രണ്ടുപേരുമാണ് എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കണത്. ചന്തിമോൻ ഒന്ന്, പിന്നൊന്ന് വീരു. ഇവർ രണ്ടുപേരുമാണ്. രാജപാളയം. ഞാൻ ഈ വെളി വരുന്നവരടുത്തൊക്കെ പറയും, അവൻ അകത്ത് കയറി കഴിഞ്ഞാൽ കടിക്കും, അവൻ വിഷയം അകയും, നിങ്ങളെ കൊന്നളയുമെന്നാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞു വെച്ചിരിക്കണത്. പക്ഷെ ഒരാൾ ഡോർ തുറന്നു തന്നാൽ അയാളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയും, ആ വീടിനകത്തോട്ടുള്ള ഡോറിന്ന് തുറന്നു തരാൻ, ആ ഗ്രില്ലൊന്ന് ഓപ്പൺ ചെയ്ത് തരാൻ പറയും. അതിൽ കൂടുതൽ അവനൊന്നും ചെയ്യൂല. ഞാൻ മടുത്ത്. അവൻ ഒരാളെ കടിച്ചിട്ട് ഞാൻ ദൈവത്തോട് ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്. ഡെയിലി പ്രാർത്ഥിക്കും, ദൈവമേ അവൻ ഒരാളെ അങ്ങ് കടിച്ച് കീറിയിരുന്നെങ്കിൽ അയാളുടെ മൊത്തം ചെലവ് ഞാൻ നോക്കിയേനെ. ഒരാഴ്ച സ്വന്തം പോലെ നോക്കിയേനെ. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരൊരാളെ കടിച്ചു കാണണേ. നടന്നിട്ടില്ല. ഞാൻ എഡിറ്റ് ചെയ്തതാ. താങ്ക് യു ബ്രോ. എന്റെ പാട്ട് ഞാൻ കേൾക്കാറില്ല. എനിക്ക് ഭയങ്കര എന്റെ സൗണ്ട് കേൾക്കുന്നത് ഭയങ്കര അരോചകമാണ്. വാർ സ്റ്റാർട്ടായോ? സ്റ്റാർട്ടായോ? നീയാണല്ലോ അഡ്മിൻ. നീ ഇവിടെ വന്ന് വാർ അത് കാണാൻ സമ്മതിച്ചില്ല. ഇനി അത് കണ്ടുപിടിക്കണമെങ്കിൽ ഞാനിനി ഇത് പ്യൂർലി എനിക്ക് പിടിക്കണില്ല കേട്ടാ. സീരിയസ്ലി ഞാൻ പറയാം. എല്ലിന്റെ പേര് അങ്ങനെ എലീന്റെ പേര് ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. എനിവേസ് പ്രകാശം പരക്കട്ടെ. NB ബ്രൈറ്റ് എലി ഈക്വൽ ടു ബ്രൈറ്റ് ലൈറ്റ് എലി നെയിം ഒറിജിനൽ മേലാൽ. എടാ നിനക്കെന്നെ മനസ്സിലായില്ലേ? ചെറുപ്പത്തിൽ നിന്റെ കൂടെ ഓടിക്കളിച്ച പണ്ട് മഴയത്തോരോല കൂട ചൂടി ഞാൻ 100-110 അന്ന് നിന്നെ കണ്ടിട്ടില്ലല്ലോടി. നീ എവിടാരൊന്നു മല്ലേടി പുള്ളി വിഷയം കേട്ടോ. പുള്ളിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബലംപിടുത്ത കാരി, അത് വിഷയമാണ്. കുട്ടിപ്പാവാടയും ഇട്ടുകൊണ്ട് കുട്ടിക്കാലത്തോടി വന്ന് കുന്നിക്കുരുമാല എനിക്കിട്ട് തന്ന പെൺകുട്ടിയല്ലേടി. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ മറ്റൊരു അടിപൊളിയാണ്. ബലംപിടുത്ത കാരി ഞാൻ നിക്കണ മരത്തിച്ചാരി, സ്നേഹം വാരി കോരിത്തരാടി സുന്ദരി, നീ യെസ് എന്ന് പറഞ്ഞാൽ നല്ല കസ്കസിട്ടൊരു കുലുക്കി കുടിച്ചതുപോലെ മനമാകെ ജില്ലാകുമടി. ഓ ഏതല്ലേ ലിറിക്സ് നോക്ക്. നെയിം ബോർഡിലെ സ്ഥലം കണ്ട് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? ശ്രീയേട്ടാ ഈ വഴി പോണോ? സുമതി ഒരുപാട് വൈകി. അത്ര വൈകിട്ടൊന്നുമില്ല. അതല്ല, ഈ സമയത്ത് ഇതുവഴി ആരും നടക്കാറില്ല. അതെ, പണ്ടൊരാള് ഇവിടെ പാമ്പ് കടിച്ച് മരിച്ചിട്ടുണ്ട്. അയാളുടെ ആത്മാവ് ഇവിടെ തന്നെ ഇറങ്ങി വരുന്ന നടക്കുന്നുണ്ട്. ഇതിലെ പോയ പലരും അയാളെ കണ്ടിട്ടുണ്ട്. പണ്ടുള്ളവർ പറഞ്ഞുണ്ടാക്കിയ കഥകളായിരിക്കും. പ്രേതങ്ങളൊക്കെ മനുഷ്യന്റെ ഭാവനയിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങൾ എത്രയോ പേര് കണ്ടിട്ടുണ്ട്. എടി അതൊക്കെ നട്ടപ്രാന്ത്. ഏട്ടന് വിശ്വാസമല്ല, വിശ്വസിക്കണ്ട. അയ്യേ ചാണകത്തിന്റെ സ്ഥലം കണക്കായിപ്പോയി. ദൈവദോഷം പറഞ്ഞാലേ ഇങ്ങനെ ചേട്ടാ. ഈ നേരത്തെ എന്താ ഒറ്റയ്ക്ക്? ചേച്ചി കൂടി ഉണ്ടല്ലേ? ഈ സഞ്ജു ഒന്ന് പിടിക്കാമോ? ഞാൻ ഈ മണ്ണെണ്ണ രമണി എടുത്തിട്ട് വീട്ടിൽ കൊടുത്തിട്ട് വരാം. പോരാ. എന്താ അവിടെ തന്നെ നിക്കുന്നേ? വരണില്ലേ? ഏതാ പയ്യൻ? ഏത് പയ്യൻ? ഈ പ്രേത ഈ കാടും ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് പറയാം ഗൈസ്. ഞാൻ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ട് എൻ്റെ ലൈക്ക് ഡോക്ടർ പറഞ്ഞായിരുന്നു പുറത്തോട്ടൊക്കെ ഇറങ്ങണം, ട്രക്കിങ്ങിനൊക്കെ പോകണം, കൊളസ്ട്രോളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടാ. അപ്പം ഞാൻ
ഞാനാണെങ്കിൽ ഗൈസ് ഞാൻ പറയാം, ഞാനങ്ങനെ ഒരു നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഇതിലും ഒന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ ഇതൊന്നും പ്രൊമോട്ട് ഞാൻ അങ്ങനെ പൈസ വാങ്ങിച്ച ഒരു സാധനങ്ങളും പ്രൊമോട്ട് ചെയ്തില്ല. അത് റിസോർട്ട്സ് ആയിക്കോട്ടെ, ഈ ഇപ്പം നമ്മളെവിടെയെങ്കിലും നമ്മളിപ്പോൾ പോണ ഫുഡ് കഴിക്കാൻ പോണ സ്പോട്ട്, ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതുവരെ പെയ്ഡായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എനിക്കൊരു സ്ഥലം പറഞ്ഞുതരാറുണ്ട്. ഞാൻ വീട്ടിലിരുന്ന് ഞാൻ വളരെ എക്സോസ്റ്റഡ് ആയിട്ടിരുന്ന സമയത്ത് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം, ലൈവൊക്കെ ഇടുന്നതിന് മുമ്പ് ഒന്ന് മൈൻഡ് ഓക്കെ ആക്കണം എന്ന് വിചാരിച്ച് ഞാൻ ബൈക്ക് എടുത്ത് പോയി. സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലപ്പെട്ടിയാണ്. എല്ലപ്പെട്ടി, കേരള തമിഴ്നാട് ബോർഡർ. അവിടെ വൈൽഡ് ഷെർപ്പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ക്യാമ്പിംഗ് സ്പോട്ട് ഉണ്ട്. ഞാൻ നിങ്ങളെ ഒരു വിഷ്വൽ കാണിച്ചു തരാം. ലൈക്ക് ഞാൻ എടുത്തതാണ്, ഞാൻ നിങ്ങളെ എടുത്തൊരു വിഷ്വൽ കാണിച്ചു തരാം. ഇത് കണ്ടു നോക്ക്. ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഫുള്ള് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ ഒരു ട്രാവലോഗിൻ്റെ ഒരു ലൈക്ക് സിനിമാറ്റിക് വീഡിയോ ഞാൻ എൻ്റെ കുറേ ഇത് വെച്ചിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. ഞാൻ ഇതുപോലെ കുറേ വിഷ്വൽസ് ഉണ്ട്. ഞാൻ ഇതെല്ലാം ആയിട്ട് ഒരു നല്ലൊരു വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ലൊക്കേഷൻ ആക്ച്വലി. സ്റ്റാർട്ട് ആയതാ വരുന്നു. ഇതാണ് ലൊക്കേഷൻ ആക്ച്വലി. ആൻഡ് നിങ്ങൾ ക്യാമ്പ് ചെയ്യുന്ന, അതായത് നമ്മൾ ക്യാമ്പ് ചെയ്യണ സ്ഥലമില്ലേ, നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുണ്ട്. ഇതാണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്പോട്ട്. ഇങ്ങനൊരു സ്പോട്ടിൽ നിങ്ങൾ മാത്രം, അതായത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ നിങ്ങൾക്ക് മാത്രം, അവർ പറയണത് അവർക്ക് 10, 30, 40 പേരെ വരെ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത് ഇപ്പോൾ കറൻ്റ്ലി. ആൻഡ് ഈ സ്പോട്ട് നിങ്ങൾ നോക്കിക്കോണേ. നിങ്ങൾ മാത്രം ഇവിടെ ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ വേറെ ഒരാൾ ഞാൻ ഇത് പെയ്ഡ് പ്രൊമോഷനും ഇതൊന്നും അല്ല ഞാൻ പറയാം. നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് സ്പോട്ട്. ഈ ഒരു ടെൻറ്റിലായിരുന്നു ഞങ്ങൾ കിടന്നത്, താഴോട്ട് ഇങ്ങനെ. അതും നടക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ പോകാവൂ. 3 കിലോമീറ്റർ നടക്കണം. 3 കിലോമീറ്റർ കാട്ടിലേക്ക് ട്രക്കിംഗ് കഴിഞ്ഞിട്ടാണ് ഈ സ്പോട്ട് വരുന്നത്. ഇതാണ് സ്പോട്ട്. ഇതാണ് സ്പോട്ട്. ഇവിടെ ശരിക്കും ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് ഇവർ ശരിക്കും ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് ഗൈസ്. നിങ്ങൾക്ക് ഒരാൾക്ക് 2000 ആണ് ചാർജ്. 2000 ആണ് ചാർജ്. 2 പേർക്ക് ഞങ്ങൾ 2 പേര് പോയപ്പോൾ 4000 രൂപയായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ക്യാമ്പിംഗ് വിത്ത് രാത്രിയിലത്തെ ഫുഡുണ്ട്. നിങ്ങളെ ട്രക്കിങ്ങിന് ആളെ കൊണ്ടുവരും. ഇവർ ഇത് ഫുള്ളി സോളാറിലാണ് വർക്ക് ചെയ്യണം. ഇവിടെ ഒരു നെറ്റിൻ്റെ ഒരു ഇതുണ്ട്. നിങ്ങൾക്ക് പോയി ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ലൈക്ക് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഫുള്ള് തമിഴ്നാടാണ്. ഭയങ്കര ഇന്ന ഫോറസ്റ്റിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വൈൽഡ് ഷെർപ്പാസ് എന്നാണ്, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. എനിക്ക് അങ്ങനെ വേറെ ഇതൊന്നുമല്ല. 3 കിലോമീറ്റർ ദൂരമാണോ? അയ്യോ ദൂരം ബ്രോ. അത് കുറച്ച് കയറാനുണ്ട് ആക്ച്വലി എന്ന് പറഞ്ഞാൽ. അത് വലിയ നമ്മൾ നിരപ്പത്തൂടെ പോണത് പോലെ അല്ല, കുറച്ച് പാടാണ്. പിന്നെ ഞാൻ കുറേ നാളായിട്ട് വീട്ടിലൊക്കെ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതാണ്. കപ്പിൾസ് അലോഡാണോ? അലോഡാണ്. എടാ പിന്നെ ഇതൊരു മറ്റേ ടെൻ്റൊക്കെ വിലക്കുറവുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഒറ്റയ്ക്ക് പോകുന്നവർക്ക് കുഴപ്പമില്ല. ടെൻറ്റിനൊക്കെ ആവശ്യത്തിന് വിലയൊക്കെ ഉണ്ട്. സാധനം കൊള്ളാം. വൈൽഡ് ഷെർപ്പാസ് ഗൈസ്, WILDSHERPAS. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നമ്പറൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ആ ചേട്ടന്മാരൊക്കെ കിടിലനാ.